2026 സ്വാഗതം. നിങ്ങൾക്ക് ഒരു പുതിയ ഭാഷ പൂജ്യത്തിൽ നിന്ന് പഠിക്കണമെങ്കിലും സമയം തീരെ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ജോലി, കുടുംബം, യാത്ര എല്ലാം തിരക്ക്. പക്ഷേ ഭയപ്പെടേണ്ടതില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിവസം 15-20 മിനിറ്റ് മാത്രം ഉപയോഗിച്ച് 2026 ഏത് ഭാഷയും പഠിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ രീതിയാണ്. AI ടൂളുകളുടെ സഹായത്തോടെ ഇത് സാധ്യമാണ്. നമുക്ക് യാത്ര തുടങ്ങാം. പലരും ഭാഷ പഠിക്കാൻ തുടങ്ങി 3 ദിവസം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്നു. കാരണം വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു. ദിവസം 2 മണിക്കൂർ പഠിക്കണമെന്ന് കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. 2026 വിജയിക്കാൻ വേണ്ടത് ഇൻറ്റൻസിറ്റി അല്ല, കൺസിസ്റ്റൻസിയാണ്. ദിവസവും ചെറിയ ബർസ്റ്റുകൾ പഠിക്കുക. ഇത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് ഒഴിവാക്കാൻ സഹായിക്കുന്നത്. ആദ്യം ഒരു ലക്ഷ്യം നിശ്ചയിക്കുക. 2026 അവസാനത്തോടെ ഒരു ഭാഷയിൽ സംഭാഷണം നടത്തുക എന്നതിനു പകരം ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. ഉദാഹരണം, ആദ്യ 30 ദിവസം 500 വാക്കുകൾ പഠിക്കുകയും ലളിതമായ വാക്യങ്ങൾ പറയുകയും ചെയ്യുക. സ്മാർട്ട് ലക്ഷ്യങ്ങൾ ഉപയോഗിക്കുക. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ്, ടൈം ബൗണ്ട് വയ്ക്കുക. ഇത് നിങ്ങളെ മോട്ടിവേറ്റഡ് ആയി നിലനിർത്തും. പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ ഡൗലിംഗോ പോലുള്ള ഫ്രീ AI ആപ്പുകൾ മികച്ചതാണ്. ഗെയിമിഫൈഡ് പാഠങ്ങൾ ദിവസവും 5-10 മിനിറ്റ് മാത്രം ഉപയോഗിക്കുക. ഡ്രോപ്സ് ഉപയോഗിച്ച് വൊക്കാബുലറി വേഗത്തിൽ പഠിക്കാം. 2026 ഈ ആപ്പുകൾ കൂടുതൽ AI പവേർഡ് ആയിരിക്കുന്നു. നിങ്ങളുടെ ബസ് യാത്രയിലോ ബ്രേക്ക് ടൈമിലോ ഇത് ചെയ്യാം. സമയം പാഴാക്കേണ്ടതില്ല. 2026 ഗെയിം ചേഞ്ചറാണ് AI. ChatGPTയിലെ വോയിസ് മോഡ് ഉപയോഗിച്ച് ദിവസവും 10 മിനിറ്റ് സംഭാഷണം പരിശീലിക്കുക. നീ എൻ്റെ ഭാഷാ ട്യൂട്ടറാണ് എന്ന് പറഞ്ഞ് തുടങ്ങുക. എൽസ സ്പീക്ക് അല്ലെങ്കിൽ സ്പീക്ക് AI ഉപയോഗിച്ച് പ്രൊനൗൺസിയേഷൻ ഫീഡ്ബാക്ക് ലഭിക്കും. മനുഷ്യ ട്യൂട്ടറിൻ്റെ ആവശ്യമില്ലാതെ ഏത് സമയത്തും സംസാരിക്കാം. ഇത് നിങ്ങളുടെ സംഭാഷണം ഭയമില്ലാതാക്കും. സമയമില്ലാത്തവർക്ക് മൈക്രോ ലേണിംഗ് ആണ് ഉത്തമം. ദിവസവും 15-20 മിനിറ്റ് മാത്രം. ഉദാഹരണം, രാവിലെ 5 മിനിറ്റ് വൊക്കാബുലറി, യാത്രയിൽ 10 മിനിറ്റ് ലിസണിംഗ്, രാത്രി 5 മിനിറ്റ് AI സ്പീക്കിംഗ്. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി ആവശ്യമില്ല. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നും. പഠനത്തിന് അധിക സമയം ചെലവഴിക്കാതെ ഇമേർഷൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട നെറ്റ്ഫ്ലിക്സ് ഷോകൾ ടാർഗറ്റ് ലാംഗ്വേജിൽ സബ്ടൈറ്റിൽസ് ഓണാക്കി കാണുക. യൂട്യൂബിൽ സ്ലോ സ്പീഡിൽ വീഡിയോകൾ കേൾക്കുക. പോസ്റ്റ് കാർഡുകൾ കമ്മ്യൂട്ടിനിടയിൽ ഓണാക്കുക. പാചകം ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോഴോ ബാക്ക്ഗ്രൗണ്ടിൽ ഭാഷ ഓടിക്കുക. ഇത് പാസീവായി നിങ്ങളുടെ കൗതുകങ്ങളെ പരിശീലിപ്പിക്കും. പുരോഗതി ട്രാക്ക് ചെയ്യുക. ആങ്കി പോലുള്ള സ്പേസ്ഡ് റെപ്പറ്റീഷൻ ടൂൾ ഉപയോഗിച്ച് വാക്കുകൾ റിവ്യൂ ചെയ്യുക. ഓരോ ആഴ്ചയിലും നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് ചെക്ക് ചെയ്യുക. ജേണൽ എഴുതുക. ഇന്ന് ഞാൻ പുതിയതായി പഠിച്ചത് എന്താണ്? ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ഇത് മോട്ടിവേഷൻ നിലനിർത്തും. 2 വലിയ തെറ്റുകൾ ഒഴിവാക്കുക. 1, ഗ്രാമർ മാത്രം പഠിക്കുന്നത്, അതുപോലെ സംസാരിക്കാതിരിക്കൽ. 2, ഒരു ദിവസം നല്ലത് പഠിച്ച് പിന്നെ ദിവസങ്ങളോളം ഒന്നും ചെയ്യാതിരിക്കൽ. 2026 AI ഉപയോഗിച്ച് സ്പീക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. തെറ്റുകൾ ചെയ്യാൻ ഭയപ്പെടരുത്. തെറ്റുകൾ പഠനത്തിൻ്റെ ഭാഗമാണ്. 2026 നിങ്ങളുടെ ഭാഷാ പഠന വർഷമാക്കുക. ഇന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആദ്യ 5 മിനിറ്റ് പഠിക്കൂ. ഏത് ഭാഷയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? കമൻറ്റിൽ പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓണാക്കുക. അടുത്ത വീഡിയോയിൽ ഒരു സ്പെസിഫിക് ഭാഷയ്ക്കുള്ള 30 ദിവസ പ്ലാൻ കാണാൻ നിങ്ങൾക്ക് കഴിയും. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.